മനു മനു പാട്ട് പാടണം, എനിക്ക് പാടണം. മിണ്ടായില്ല. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻസ്, ഗുഡ് മോർണിംഗ്. കുഞ്ഞുങ്ങളെല്ലാം പഠിക്കാൻ റെഡിയല്ലേ? എല്ലാം റെഡിയല്ലേ? എന്ന് റെഡി ഡീൽ. അഫ്സലേ, അഫ്സൽ, അഫ്സൽ എന്ത് പറ്റി? അഫ്സൽ എന്താടാ? പറയടാ കുട്ടാ, പറയ്. പാടണം. എന്താ ഉറക്കെ പറഞ്ഞേ? പാട്ട് പാടണം. എല്ലാരും കേട്ടോ, നമ്മുടെ അഫ്സലിന്റെ പാട്ട് പാടണമെന്ന്. ഇന്ന് വേണ്ടടാ കുട്ടാ, നമുക്കേ വേറെ ദിവസം ഇഷ്ടം പോലെ പാടാം, സമയം കിട്ടും പോലെ പാടാം. ഓക്കെ കേട്ടോ? നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ ചിൽഡ്രൻസ് എല്ലാം റെഡി അല്ലയോ? എന്തുട്രാ അഫ്സലേ, എന്താ നിനക്കൊരു വിഷമം? നിന്നെ അയാൾ പഴു പറഞ്ഞടാ ഇല്ലേ? പിന്നെ പാട്ട് 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 പാടണം. പാടാനാ? ഞാനാ? ഒന്ന് പാടാ, നമുക്ക് ദാസേണ്ട പാടിക്കാന്ന്. അല്ല, പിന്നെ ഞാൻ പാടാം. നീയാ? ഒന്ന് പാടാ. ഈ രാത്രി ആരെയും കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ലേ? പാതിരാത്രി അവൻ്റെ ഒരു പാട്ട്. കിടന്നുറങ്ങടാ സോഡാ കുപ്പി. ചോരാ ഞാനും പാട്ട് പാടണം. നീ പോടാ. അഫ്സൽ, ആരാ? ഞാൻ രാധിക, മോൻ്റെ പുതിയ ടീച്ചറാ. ടീച്ചർക്ക് എൻ്റെ പേരെങ്ങനെയാ അറിയാം? എനിക്ക് എല്ലാവരുടെയും പേരറിയാലോ. അഫ്സൽ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? പാട്ട് പാടണം. അവർ കളിയാക്കി വഴക്കും പറഞ്ഞു. മോൻ വിഷമിക്കണ്ട, മോനെ കൊണ്ട് ഞാൻ പാട്ട് പാടിക്കാലോ. സത്യമാണോ ടീച്ചറെ? അതെയല്ലോ. സത്യം? അപ്പൊ എനിക്ക് പാട്ട് പാടാലോ? എനിക്ക് പാടാലോ? ഇതൊക്കെ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുതുതായി വന്ന രാധിക ടീച്ചറിന് എന്തും പറയാം, പക്ഷേ ഇവറ്റികളെയൊക്കെ മേയ്ക്കുന്ന പാട് നമുക്കേ അറിയാം. സാറിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും, പക്ഷേ സാറിൻ്റെ കുട്ടികൾക്കാണ് ഈ അവസ്ഥ വന്നാൽ സാർ അവരെ ഉപേക്ഷിക്കൂ. പിന്നെ കഷ്ടപ്പാട്, അതിനാണല്ലോ മാസം മാസം ശമ്പളം എണ്ണി വാങ്ങുന്നത്. സർ, വർഷത്തിലൊരിക്കൽ അവരുടെ കലാവാസനകളെ വളർത്തിയെടുക്കാൻ ഒരു കലോത്സവം, അത് പ്രകടിപ്പിക്കാൻ ഒരവസരം, അത്രമാത്രം.
ബട്ട് സർ മിസ്റ്റർ വർഗീസ്, രാധിക പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഷീസ് റൈറ്റ് ആൻഡ് ഐ ഹാവ് ടു കണ്ടക്ട് ദ പ്രോഗ്രാം ഓൾസോ. സോ ക്ലിയർ ആൾ ദ പ്രൊസീജിയേഴ്സ് ആൻഡ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ? പ്രിയമുള്ളവരെ, അടുത്ത നമുക്കൊരു ഗാനം കേൾക്കാം. അതിനായി നമ്മുടെ സ്കൂളിലെ പ്രിയങ്കരനായ അഫ്സലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിനു മുമ്പൊരു വാക്ക്, അവന് പാടാനായിട്ടുള്ള ഈ ആഗ്രഹമാണ് നമ്മളെ ഈ വേദിയിലേക്ക് കലോത്സവത്തിലേക്ക് എത്തിച്ചത്. അതിന് കാരണക്കാരിയായ രാധിക ടീച്ചറിന് നന്ദി പറഞ്ഞുകൊണ്ട് അഫ്സലിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കനവിലൊരു താരാട്ടിൻ നീണം കേട്ടു ഞാൻ, ഒഴുകുമാരാഗങ്ങൾ ഉള്ളിൽ കോർത്തു ഞാൻ, നിറകണ്ണിലും വേദനയിലും ഒരു നോക്കു കാണുവാനായി കാത്തിരുന്നു. എന്നുയിരിൽ നിറയും സ്വരലയമാമമ്മേ, ഈ നനയും മഴയിൽ കുടയായി നീ വരുമോ? എന്നുയിരിൽ നിറയും സ്വരലയമാമമ്മേ, ഈ നനയും മഴയിൽ കുടയായി നീ വരുമോ? വാഴ്വിലൊരു വേഷം കോമരക്കോലം, കാരുണ്യവാൻ തൻ കരുണയീ ജന്മം. വാഴ്വിലൊരു വേഷം കോമരക്കോലം, കാരുണ്യവാൻ തൻ കരുണയീ ജന്മം. ഇരുൾ മാറുമോ, വെയിൽ വീഴുമോ, ഒരു ജന്മമെങ്കിലും നിറമേകുമോ? എന്നുയിരിൽ നിറയും സ്വരലയമാമമ്മേ, ഈ നനയും മഴയിൽ കുടയായി നീ വരുമോ? ഉള്ളിലെ നാദം ഇടറുന്ന നേരം ഉയിരിട്ടുണരുന്നു എന്നിലെ മോഹം. ഉള്ളിലെ നാദം ഇടറുന്ന നേരം ഉയിരിട്ടുണരുന്നു എന്നിലെ മോഹം. ശ്രുതി ചേരുമോ, ലയമേകുമോ, ഈ ഗാനമായിരം നിറവേകുമോ? എന്നുയിരിൽ നിറയും സ്വരലയമാമമ്മേ, ഈ നനയും മഴയിൽ കുടയായി നീ വരുമോ? കനവിലൊരു താരാട്ടിൻ നീണം കേട്ടു ഞാൻ, ഒഴുകുമാരാഗങ്ങൾ ഉള്ളിൽ കോർത്തു ഞാൻ,
നിറകണ്ണിലും വേദനയിലും ഒരു നോക്കു കാണുവാനായി കാത്തിരുന്നു. എന്നുയിരിൽ നിറയും സ്വരലയമാമമ്മേ, ഈ നനയും മഴയിൽ കുടയായി നീ വരുമോ? എന്നുയിരിൽ നിറയും സ്വരലയമാമമ്മേ, ഈ നനയും മഴയിൽ കുടയായി നീ വരുമോ? In